Hi all. Seminar topic is block diagram of digital transmission and reception, information capacity, bit rate, baud rate. First block diagram നോക്കാം. ഇതാണ് block diagram. Input source, input transducers, formatters, source encoder, channel encoder, baseband processor, band pass modulator, channel, band pass demodulator, channel decoder, source decoder, deformatters, output transducers, output signal. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ കമ്പോണൻസ് നോക്കാം. The essential components of a digital communication system are input source, input transducer, formatter, source encoder, channel encoder, baseband processor, baseband pass modulator, channel, band pass demodulator, channel decoder, source decoder, deformatters, output transducers, output signal. ഇതൊക്കെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്. ഇനിയിപ്പം ഇത് ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. First one, input source. The input source or the source of information are generally analog in nature. For example, voice signal and video signal. ഈ ഇൻപുട്ട് സോഴ്സ് അല്ലെങ്കിൽ ഈ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ വന്നത് അനലോഗ് ആയിരിക്കും. സച്ച് ലൈക്ക് വോയിസ് സിഗ്നൽ, വീഡിയോ സിഗ്നൽ, അതൊക്കെ ആയിരിക്കും ഇൻപുട്ട് സോഴ്സ്. These signals are non-electrical quantities and hence cannot be processed directly in a digital communication system. ഈ സിഗ്നൽസ് എല്ലാം നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റായിട്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമതാണ് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്. എ ട്രാൻസ്ഡ്യൂസർ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ വൺ കൈൻഡ് ഓഫ് എനർജി ടു അനദർ ഫോം കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ്. Since the information from the input source are non-electrical quantity, the input transducer converts this non-electrical quantity into electrical quantity. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സോഴ്സ് ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഈ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. മൂന്നാമത്തതാണ് ഫോമാറ്റേഴ്സ്. എ ഫോമാറ്റർ ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൻ അനലോഗ് സിഗ്നൽ ഇൻ ടു എ ഡിജിറ്റൽ സിഗ്നൽ. So the received signal from the transducer is converted into digital signal by using formatter. Formatter യൂസ് ചെയ്യുന്നത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പം ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സിഗ്നലിനെ നമ്മൾ ഡിജിറ്റൽ സിഗ്നലിലേക്ക് ഫോർമാറ്റർ യൂസ് ചെയ്തിട്ടാണ് കൺവേർട്ട് ചെയ്യുക. However, if the source signal is already in digital form such as computer, then we will not need a formatter in such cases. ചില കേസിൽ കമ്പ്യൂട്ടർ അങ്ങനത്തെ കേസിലൊക്കെ ഡിജിറ്റൽ ഫോം ആയിരിക്കുമല്ലോ ഓൾറെഡി. അതുകൊണ്ട് ഫോമാറ്റേഴ്സിൻ്റെ യൂസ് ഉണ്ടാവില്ല. നാലാമത്തതാണ് സോഴ്സ് എൻകോഡർ. The source encoder is used to compress the data into minimum number of bits. Source encoder യൂസ് ചെയ്യുന്നത് മിനിമം നമ്പർ ഓഫ് ബിറ്റ്സിലേക്ക് ഡാറ്റേനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. This helps in effective utilization of bandwidth. It removes the redundant bits or unnecessary excess bits, that is zeros, from the input data. ഈ സോഴ്സ് എൻകോഡർ കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് ബാൻഡ് ഒക്കെ നമുക്ക് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പം റിഡൻഡൻ്റ് ആയിട്ടുള്ള ബിറ്റ്സ് ഉണ്ടാവും, സീറോസ് അങ്ങനത്തെ ഓരോ ബിറ്റ്സൊക്കെ റിമൂവ് ചെയ്യാൻ സോഴ്സ് എൻകോഡർ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് ചാനൽ എൻകോഡർ. ദ ചാനൽ എൻകോഡർ ഡസ് ദ കോഡിംഗ് ഫോർ എറർ കണക്ഷൻ. During the transmission of the signal, due to the noise in the channel, the signal may get altered. Hence, the channel encoder provides some redundant bits to the message data in order to provide an error-free data on the receiver side. The channel encoder plays an important role in the communication system. Channel encoder എന്ന് പറഞ്ഞാൽ അത് കോഡിങ്ങിലെ എറർ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഈ നോയ്സ് ഒക്കെ ഉണ്ടാവും ചില സിഗ്നൽസിൽ, അതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് ചാനൽ എൻകോഡറാണ്. എറർ ഫ്രീ ഡാറ്റ ലാസ്റ്റ് റിസീവ് ചെയ്യുന്നത് ഈ ചാനൽ എൻകോഡറിലാണ്. നെക്സ്റ്റ്, ബേസ് ബാൻഡ് പ്രൊസസ്സർ. ഇൻ കേസ് ഓഫ് ലോ സ്പീഡ് വയർലെസ് ട്രാൻസ്മിഷൻ, ദ ബേസ് ബാൻഡ് സിഗ്നൽ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഡയറക്ട്ലി. ഈ ലോ സ്പീഡ് വയർലെസ് ട്രാൻസ്മിഷൻ്റെ കേസ് വരുമ്പം ബേസ് ബാൻഡ് സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. ബട്ട് വെൻ ദ ഡാറ്റ ഹാസ് ടു ട്രാവൽ ഇൻ എ നോയ്സി അറ്റ്മോസ്ഫിയർ, വി ഹാവ് ടു എംപ്ലോയ് സം ഫീച്ചേഴ്സ് സച്ച് ആസ് പൾസ് ഷേപ്പിംഗ്, ലൈൻ കോഡിംഗ്. ദിസ് ടാസ്ക് ഇസ് പെർഫോംഡ് ബൈ ബേസ് ബാൻഡ് പ്രൊസസ്സർ. ചില കേസിൽ നോയ്സി അറ്റ്മോസ്ഫിയറിലൂടെ ഡാറ്റ ട്രാവൽ ചെയ്യേണ്ട കേസ് വരും. അപ്പം പൾസ് ഷേപ്പിംഗ്, ലൈൻ കോഡിംഗ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ചെയ്യേണ്ടി വരും. ആ ടാസ്കൊക്കെ ചെയ്യുന്നതാണ് ബേസ് ബാൻഡ് പ്രൊസസ്സർ. Now for high speed transmission, the digital data is modulated with the help of a high frequency carrier, just like in case of analog transmission. This task is performed by the baseband modulator.
ഹൈ സ്പീഡ് ട്രാൻസ്മിഷനിൽ ഡിജിറ്റൽ ഡാറ്റ മോഡുലേറ്റ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി കാരിയേഴ്സിൻ്റെ ഹെൽപ്പ് കൊണ്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് ഇൻ കേസ് ഓഫ് അനലോഗ് ട്രാൻസ്മിഷൻ ഈ ടാസ്ക് പെർഫോം ചെയ്യുന്നത് ബേസ് ബാൻഡ് മോഡുലേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ്, ചാനൽ. ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇസ് ദ മീഡിയ which the signal is transmitted from the transmitting end to the receiving end. ചാനൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. അതായത് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്ന റിസീവിങ് എൻഡ് വരെയുള്ള ഒരു പാത്താണ് ചാനൽ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മോഡൽ അറ്റ് വിച്ച് മാക്സിമം നോയ്സ് ഇസ് ആഡഡ് ടു ദ സിഗ്നൽ. ഇത് ഏറ്റവും മാക്സിമം നോയ്സ് സിഗ്നലിൽ ആഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. പിന്നെ 8th വണ്ണാണ് ബേസ് ബാൻഡ് ഡീകോഡർ, ബേസ് ബാൻഡ് ഡിമോഡുലേറ്റർ. The baseband decoder is used to recover the original data from the pulse-shaped or line-coded data. Pulse-shaped അല്ലെങ്കിൽ line-coded ഡാറ്റയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ, ഒറിജിനൽ ഡാറ്റ റിക്കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ബേസ് ബാൻഡ് ഡീകോഡർ. നെക്സ്റ്റ്, ചാനൽ ഡീകോഡർ. ദ ചാനൽ ഡീകോഡർ ആഫ്റ്റർ ഡിറ്റക്ടിങ് ദ സീക്വൻസ് ഡസ് സം എറർ കണക്ഷൻസ്. സീക്വൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം എറർ കറക്റ്റ് ചെയ്യുന്നതാണ് ചാനൽ ഡീകോഡർ. ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ ദ സിഗ്നൽ മൈറ്റ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. ദിസ് ഇസ് കറക്റ്റഡ് ബൈ ആഡിങ് സം റിഡൻഡൻറ്റ് ബിറ്റ്സ് ടു ദ സിഗ്നൽ. ട്രാൻസ്മിഷൻ്റെ ടൈമിൽ സിഗ്നൽ മൈറ്റ് ബി ഡിസ്റ്റോർട്ടഡ്. ഇത് കറക്റ്റ് ചെയ്യുന്നത് ബൈ ആഡിങ് സം റിഡൻഡൻറ്റ് ബിറ്റ്സ് ടു ദ സിഗ്നൽ. ദിസ് അഡീഷൻ ഓഫ് ബിറ്റ്സ് ഹെൽപ്സ് ഇൻ ദ കംപ്ലീറ്റ് റിക്കവറി ഓഫ് ദ ഒറിജിനൽ സിഗ്നൽ. ഇങ്ങനെ ബിറ്റ്സിൻ്റെ അഡീഷനിൽ ഒറിജിനൽ സിഗ്നലിൻ്റെ കംപ്ലീറ്റ് റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, സോഴ്സ് ഡീകോഡർ. The resultant signal is once again digitized by sampling and quantizing so that the pure digital output is obtained without the loss of information. Source decoder recreates the source output. ഈ റിസൾട്ടൻ്റ് സിഗ്നൽ ഒന്നും കൂടെ ചെക്ക് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ലോസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഡിജിറ്റൈസ്ഡ് ബൈ സാമ്പിളിങ് ആൻഡ് ക്വാണ്ടൈസിങ് സോ ദാറ്റ് ദ പ്യുവർ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഇസ് ഒബ്റ്റെയിൻ. പ്യുവർ ഡിജിറ്റൽ ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ റിസൾട്ടൻറ്റ് സിഗ്നലിനെ ചെക്ക് ചെയ്യുന്നതാണ് സോഴ്സ് ഡീകോഡർ. പിന്നെ വരുന്നതാണ് ഡിഫോർമാറ്റർ. ഡിഫോർമാറ്റർ കൺവേർട്ട്സ് ദ ഡിജിറ്റൽ ഡാറ്റ ഇൻ ടു അനലോഗ് സിഗ്നൽ. ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡിഫോർമാറ്റർ. ഫോർമാറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ വരുന്നതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. ദിസ് ഈസ് ദ ലാസ്റ്റ് ബ്ലോക്ക് വിച്ച് കൺവേർട്ട്സ് ദ സിഗ്നൽ ഇൻ ടു ഒറിജിനൽ ഫിസിക്കൽ ഫോം വിച്ച് വാസ് അറ്റ് ദ ഇൻപുട്ട് ഓഫ് ദ ട്രാൻസ്മിറ്റർ. ഇറ്റ് കൺവേർട്ട്സ് ദ ഇലക്ട്രിക് സിഗ്നൽ ഇൻ ടു ഫിസിക്കൽ ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ ലൗഡ് സ്പീക്കർ. ഇത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിലെ ലാസ്റ്റ് ബ്ലോക്കാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അതിൽ നമ്മുടെ ഒറിജിനൽ ഫിസിക്കൽ ഫോമാക്കും സിഗ്നലിനെ. അതായത് എക്സാമ്പിൾ ലൗഡ് സ്പീക്കറാക്കും, സൗണ്ട് സിഗ്നൽസിനെ ലൗഡ് സ്പീക്കറാക്കും. അങ്ങനെ ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ. പിന്നെ ഔട്ട്പുട്ട് സിഗ്നൽ. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ ഹോൾ പ്രോസസ്സ്. എല്ലാ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടാണിത് ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് ഡയഗ്രാം. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. In electronic communication channels, information capacity is the maximum amount of information that can pass through a channel without error. Information capacity എന്ന് പറഞ്ഞാൽ ഒരു ചാനലിലൂടെ മാക്സിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ എറർ ഇല്ലാണ്ട് മാക്സിമം എത്ര എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുമോ അതാണ് information capacity. That is, it is the measure of channel goodness. The actual amount of information depends on the code, how information is represented. ചാനലിൻ്റെ ഗുഡ്നെസ് ആണ് ആക്ച്വലി പറയുന്നത്. അതായത് എറർ ഇല്ലാണ്ട് എത്ര എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ചാനലിലൂടെ പാസ് ചെയ്യാൻ കഴിയും, അതാണ് ഇൻഫർമേഷൻ കപ്പാസിറ്റി. നെക്സ്റ്റ് ഒരു തിയറമാണ് ഷാനോൺ ഇൻഫർമേഷൻ കപ്പാസിറ്റി തിയറം. Shannon's information capacity theorem states that the channel capacity of a continuous channel of bandwidth W Hz perturbed by band-limited Gaussian noise of power spectral density N0 by 2 is given by Cc equal to W log 2 1 plus S by N, where S is the average transmitted signal power and the average noise power is N equal to integral W to minus W N0 by 2 dW equal to N0 W. ഇൻഫർമേഷൻ കപ്പാസിറ്റീവ് ആയിട്ടുള്ളൊരു തിയറമാണ് ഷാനോൺ ഇൻഫർമേഷൻ കപ്പാസിറ്റി തിയറം. ഇതിൽ ചാനലിൻ്റെ കണ്ടിന്യൂസ് കപ്പാസിറ്റീനെയാണ് നോക്കുന്നത്. ഈ തിയറത്തിൽ ഒരു W ഹേർട്സ് ബാൻഡ് വിഡ്ത്ത് വെച്ചിട്ട് ആൻഡ് ഓൾസോ ഗിവൺ ബാൻഡ് ലിമിറ്റഡ് ഗോഷ്യൻ നോയ്സ് അങ്ങനെ നോക്കുന്ന
ഇൻഫർമേഷൻ കപ്പാസിറ്റി നോക്കുന്ന തിയറമാണ് ഷാനോൺ ഇൻഫർമേഷൻ കപ്പാസിറ്റി തിയറം. Next one is bit rate. In telecommunications and computing, bit rate is the number of bits that are conveyed or processed per unit of time. Bit rate എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ടൈമിൽ നമ്പർ ഓഫ് ബിറ്റ്സ് കൺവേഡ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നതാണ് ബിറ്റ് റേറ്റ് എന്ന് പറയാം. ബിറ്റ് റേറ്റ് നമ്പർ ഓഫ് ബൈനറി ബിറ്റ്സ് 1s or 0s to be transmitted per second. Bit rate is expressed in unit bit per second unit. Bit per second ആണ് bit rateൻ്റെ സിമ്പിൾ. Often in conjunction with an SI prefix such as kilo, mega, giga, tera. ഇതൊക്കെയാണ് ഇതിൻ്റെ കൺജങ്ഷൻ SI പ്രിഫിക്സ് വരുന്നത്. ബിറ്റ് പെർ സെക്കൻഡ് ആണ് ബിറ്റ് റേറ്റിൻ്റെ സിമ്പിൾ. The non-standard abbreviation BPS is often used to replace the standard symbol bit per second, so that, for example, 1 Mbps is used to mean 1 million bit per second. Bit per secondന് പകരം BPS എന്നുമാണ് അബ്രിവിയേഷൻ കൊടുക്കാറ്. അപ്പം അതായത് 1 Mbps എന്ന് പറഞ്ഞാൽ 1 million bits per second എന്നാണ് മീൻ ചെയ്യുന്നത്. In most computing and digital communication environments, 1 byte per second ഇങ്ങനെയാണ് യൂഷ്വലി പറയാറ്, 1 byte per second. നെക്സ്റ്റ് വരുന്നതാണ് baud rate. Baud rate is the rate at which information is transferred in a communication channel. Baud rate is commonly used when discussing electronics that use serial communication. Baud rate എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റ് ആണ് baud rate. Baud rate number of line symbols transmitted per second. Baud rate then is the measure of the number of changes to the signal that propagate through a transmission medium. Baud rate എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻ മീഡിയയിലൂടെ ഒരു സിഗ്നൽ പോകുമ്പം നമ്പർ ഓഫ് ചേഞ്ചസ്, എത്ര നമ്പർ ഓഫ് ചേഞ്ചസ് ആണോ ഉണ്ടാകുന്നത് അതിൻ്റെ മെഷറാണ് baud rate. The baud rate may be higher or lower than the bit rate, which is the number of bits per second that the user can push through the transmission system. Bits will be converted into baud for transmission at the center side, and reverse conversion will happen at the receiver end, so that the user receives the bit stream that was sent. Baud rate എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാനലിലൂടെ സിഗ്നൽ പോകുമ്പം ഉണ്ടാകുന്ന നമ്പർ ഓഫ് ചേഞ്ചസിൻ്റെ മെഷറാണ്. ഇതിൽ ബിറ്റ്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു baud. സെൻറ്റർ സൈഡിൽ ട്രാൻസ്മിഷൻ്റെ ടൈമിന് ബിറ്റ്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു baud, ആൻഡ് റിവേഴ്സ് കൺവേർഷൻ ആയിരിക്കും റിസീവർ എൻഡിലും സംഭവിക്കുന്നത്. ഇത്രയാണ് പറയാനുള്ളത്. ബിറ്റ് റേറ്റ്, baud rate, ഇൻഫർമേഷൻ കപ്പാസിറ്റി, പിന്നെ ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ കമ്പോണൻസ് ഒക്കെ. താങ്ക് യു.